ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾക്ക് ബ്രേക്ക് ഔട്ട് വോളിയം വന്നിരിക്കുന്ന സ്റ്റോക്കുകളാണ് നോക്കാൻ പോകുന്നത്. അതായത് വോളിയം പ്രീവിയസ് ഡേനെ കമ്പയർ ചെയ്ത് വോളിയത്തിൽ ഹൈക്ക് വന്നിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, അതുപോലെ തന്നെ ട്രേഡ് എടുക്കാനുള്ള സിഗ്നലോ ഒന്നുമല്ല. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. ഇവിടെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് ഏതൊക്കെ ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം, എത്രയൊക്കെ റിസ്ക് റിവാർഡ് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ ജനുവരി മുതലുള്ളൊരു റെസിസ്റ്റൻസ് ആണിത്. ജനുവരി മുതലുള്ള റെസിസ്റ്റൻസ് ആ ഒരു ലെവലാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബ്രേക്ക് ചെയ്തതോടൊപ്പം തന്നെ നല്ലൊരു വോളിയവും അവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു വ്യൂ ഇൻവാലിഡ് ആവുന്ന ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിൻ്റെ ബിലോ വരികയാണെങ്കിൽ പിന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒരു ഫേക്ക് ഔട്ടായി മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ ഇതിൻ്റെ എൻട്രി ഈ ഒരു ലെവൽ വരെ നമുക്ക് എൻട്രി വരാനുള്ള സാധ്യതയും ഉണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും റിസ്ക് ആണ്. അപ്പോൾ ഏതൊരു ട്രേഡ് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. എത്ര ലോസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ആ ഒരു ലോസിനനുസരിച്ച് വേണം എത്ര ക്വാണ്ടിറ്റി നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. അതൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്നും നമ്മളെ പ്രീവിയസ് വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് മാത്രമാണ് പറയുന്നത്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസുമാണ് പറയുന്നത്. അപ്പോൾ GE പവറിൻ്റെ ഇതായിരിക്കും എൻട്രി മാക്സിമം. ഇവിടെ വരെ നമുക്ക് എൻ്റർ ചെയ്യാം. ഇതാണ് ഈ ഒരു ഇൻവാലിഡ് ആയിട്ട് വരുന്ന സോൺ. പിന്നീട് വരുന്ന ഒരു സ്റ്റോക്ക് വെബ്സോൾ എനർജി സിസ്റ്റമാണ്. അപ്പോൾ അതൊരു ട്രെൻഡ് ലൈൻ, ഡിസംബർ മുതലുള്ള ആ ഒരു ട്രെൻഡ് ലൈനാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് ആയിരിക്കുന്നത്. അതും പ്രീവിയസ് ക്യാൻഡിലുകളെ വെച്ച് നോക്കി, വോളിയം ക്യാൻഡിൽസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെവലായിരിക്കും ഇതിൻ്റെ പ്രീവിയസ് സ്വിംഗ് ലോ. അപ്പോൾ ആ ഒരു സ്വിംഗ് ലോയിൽ തന്നെ നമുക്ക് ഈ ഒരു ലെവലാണ് ഇതിൻ്റെ ഇൻവാലിഡ് ആവുന്ന, ഈ ഒരു വ്യൂ ഇൻവാലിഡ് ആവുന്ന ഒരു ലെവല്, അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു ലെവൽ വരെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു സോണാണ്. അപ്പോൾ ഇത്രയും ലെവലാണ് ഇതിന് റിസ്ക് ആയിട്ട് വരുന്നത്. ഇനി വരുന്ന സ്റ്റോക്കാണ് അശപുര മൈൻകെം എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരു വോളിയം ബ്രേക്ക് ഔട്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് ഓൾറെഡി ഇവിടെ ബ്രേക്ക് ഔട്ടായി, അവിടെ ഒരു വോളിയം വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വന്നൊരു വോളിയം ഈ ഒരു റീടെസ്റ്റ് സോണിലാണ്. അതായത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, അതായത് ഈ ഒരു ലെവലിൽ, പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ ടൈംസ് ഉള്ള റെസിസ്റ്റൻസ് അല്ല. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വോളിയം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നത്. അതും ഇവിടെ നമുക്ക് ലെവൽസ് ഇതായിരിക്കും നമ്മുടെ റിസ്ക്, അതായത് ഇൻവാലിഡ് പോയിന്റ്, അതായത് സ്റ്റോപ്പ് ലോസ് പോയിന്റ്. അതും ഈ ഒരു ഗ്രീൻ സോണിലാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ലെവൽസും. ഇത് കുറച്ച് റിസ്കി ട്രേഡാണ്. ഈ ഒരു അതായത് ഈ ഒരു വ്യൂ റിസ്കിയാണ്. അടുത്ത നോക്കാം. ഇത് സുപ്രീം ഇൻഡസ്ട്രീസ്. മൗസിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളത് കാരണം മൗസ് വർക്കിംഗ് അല്ല മര്യാദക്ക്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വാച്ച് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഇതിലെ വോളിയം പ്രീവിയസ് ക്യാൻഡിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നല്ല രീതിയിലുള്ള വോളിയം സ്പൈക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ഗ്രീൻ സോണിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുന്നതാണ്. ഇനിയുള്ള സ്റ്റോക്കാണ് പോളിക്യാബ്, PB ഫിൻടെക്.
ഇതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടാണ്. ഈ ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു ലെവലിൽ അത് പലതവണ റിജക്ഷൻസും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടും ഉണ്ട്. ഇവിടെ ഒരു വോളിയം ബ്രേക്കൗട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതിൻ്റെ ഒരു ഇൻവാലിഡ് പോയിന്റ് പറഞ്ഞാൽ ഇതൊരു സ്റ്റോപ്പ് ലോസ് ലെവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ ഇതിന് എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന സോണും ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു റീടെസ്റ്റ് സോൺ ട്രെൻഡ് ലൈനിൻ്റെ, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ റീടെസ്റ്റ് സോൺ ആയിട്ടുള്ള ഇവിടെ നിന്ന് വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതൊരു ബ്രേക്കൗട്ട് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റീടെസ്റ്റും ഇവിടെ നമുക്ക് എടുക്കാം. പക്ഷേ എപ്പോഴും ഈ ഒരു ബ്രേക്കൗട്ടിലാണ് ട്രേഡ് എടുക്കാനുള്ളൊരു സേഫ് ആയിട്ടുള്ളൊരു ലെവൽസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ട്രേഡ് എടുക്കാനുള്ളൊരു സിഗ്നലുമല്ല റെക്കമെൻഡേഷനുമല്ല, ഒന്നുമല്ല. ഇതൊരു അനാലിസിസ്, എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ്. ഓക്കെ, അപ്പം ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത സ്റ്റോക്സ് MCX ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഈ ഒരു ലെവലിൽ നമുക്കിവിടെ ഒരു ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. അതായത് ഇൻസൈഡ് ക്യാൻഡിലായിട്ട് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ലെവലിൽ ഇരുന്ന് ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു. അതിനുശേഷം അവിടെ നിന്നൊരു ചെറിയൊരു ബ്രേക്കൗട്ടും അതുപോലെ തന്നെ ഒരു വോളിയം ബ്രേക്കൗട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സോണിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഒരു ഇൻവാലിഡ് സോൺ വരുന്നത്. അതും ഈ ഒരു സോണിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എൻ്റർ ചെയ്യാവുന്നൊരു ലെവലാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റി, ആ ഒരു റിസ്ക് നോക്കിയിട്ട് വേണം എപ്പോഴും നമ്മളൊരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാനായിട്ട്. അതായത് ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഓവറോൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റി ഓൾറെഡി ബിയറിഷാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു ഡേ ചാർട്ട് ഓവറോൾ ആയിട്ടൊരു ഡൗൺ ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിഫ്റ്റി ഈ ഒരു ലെവലിൻ്റെ താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ബൈ ഓർഡറും ഇനാക്റ്റീവ് ആവും. പിന്നീട് നമ്മൾ സെൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരിക. അപ്പോൾ സെൽ ഓപ്പർച്യൂണിറ്റീസിൽ സാധ്യതയുള്ള സ്റ്റോക്കുകളും നമ്മൾ അടുത്ത വീഡിയോകളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കീപ്പ് ഇൻ വാച്ച്.